ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് വയനാട്ടിലെ അട്ടമലയിലാണ്. വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ മലകളിൽ ഒന്നാണ് അട്ടമല. ഇവിടെ നമുക്ക് നല്ല അടിപൊളി വൈബുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതുപോലെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി അട്ടപ്പാടിയിൽ നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോരേണ്ടത്. അട്ടപ്പാടിയിൽ നിന്ന് ചൂരമല അട്ടമല റോഡാണ്. പിന്നെ ഇങ്ങോട്ട് പോരുന്ന വഴിക്കാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ 1000 ഏക്കർ എസ്റ്റേറ്റ്. അതിലുള്ള ഹട്ടുകൾ, ടെൻറ്റുകളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ അട്ടമലയുടെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ സ്വന്തം വണ്ടി വിടൂല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജീപ്പ് എടുത്തിട്ട് വേണം ഇനി അട്ടമലയിലേക്ക് കയറാൻ. ഇവിടെ നിന്നാണ് എൻട്രി ഫീസ് എടുക്കേണ്ടത്. എൻട്രി ഫീസ് ഒരാൾക്ക് 50 രൂപയാണ്. ജീപ്പിന് 300 രൂപ. ജീപ്പിൽ 7 പേരാണ് ലിമിറ്റഡ്. പിന്നെ മടിയിലിരുത്താൻ പറ്റിയ കുട്ടികളൊക്കെ മടിയിലിരുത്തി പോവാം. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. ഇവിടുന്ന് ടിക്കറ്റ് കിട്ടും. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാനൊക്കെ അവർ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കയറേണ്ട ആളുകൾക്ക് മാത്രം അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. ഗൂഗിൾ പേ സൗകര്യമൊക്കെ ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ മുതിർന്നവർക്ക് 300 രൂപ, കുട്ടികൾക്ക് 150 രൂപയുമാണ്. അങ്ങനെ നമ്മൾ അട്ടമലയിലെത്തി. ഗ്ലാസ് ബ്രിഡ്ജ് വരെയാണ് ജീപ്പ് വരുന്നത്. പിന്നെ വ്യൂ പോയിന്റ് കാണാൻ നമുക്ക് വീണ്ടും മുകളിലേക്ക് കാൽനടയായിട്ട് നടക്കേണ്ടതുണ്ട്. അങ്ങോട്ട് വാഹനം പോകുന്നതല്ല. വ്യൂ പോയിന്റിൽ നമുക്ക് നല്ല അടിപൊളി വൈബാണ് സമ്മാനിക്കുന്നത്. ഏറ്റവും ഉയരത്തിലിരിക്കുന്ന മലയായതുകൊണ്ട് തന്നെ നല്ല ചെങ്കുത്തായിട്ടുള്ള തേയില തോട്ടങ്ങളാണ് ഇവിടെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട്. അപ്പോൾ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മൾ ആദ്യം പോകുന്നത് വ്യൂ പോയിന്റിലേക്കാണ്. തിരിച്ചു വരുമ്പം ഗ്ലാസ് ബ്രിഡ്ജിലൊന്ന് കയറണം. ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജാണ്. നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ചില്ലൊക്കെ ഉടഞ്ഞു പോകുന്ന ആ ഒരു ശബ്ദമൊക്കെ വരുന്നതാണ് ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പം നമ്മൾ വ്യൂ പോയിന്റിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ നട്ടുച്ച സമയമാണ്, അതുകൊണ്ട് ഇത്തിരി ചൂടുണ്ട്. രാവിലെയും വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല തണുപ്പാണ്. അവിടെ കാണുന്നതാണ് വ്യൂ പോയിന്റ്, നമുക്ക് എത്താനുള്ള സ്ഥലം. നല്ല അടിപൊളി വൈബാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ സൗകര്യമുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. വ്യൂ പോയിന്റിൽ നിന്നുള്ള വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുണ്ട്, എന്നാലും നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സീസണിൽ ഇങ്ങോട്ട് വരാൻ പറ്റിയത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 40-42 ഡിഗ്രി ഒക്കെ ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോവാണ്. ഡിജിറ്റൽ വർക്ക് ചെയ്യുന്ന ചെറിയ ചൂടുണ്ട്, ഇവർക്ക് കുഴപ്പമില്ല. ഗ്ലാസ് പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കാം. പിന്നെ ഈ ഡിജിറ്റൽ വർക്ക് ചെയ്യുന്നിടത്ത് നല്ല ചൂടാണ്. അപ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും എന്നപ്പോൾ അയാൾ പറഞ്ഞത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജാണെന്ന് പറഞ്ഞത്. 50 മീറ്ററാണ് ഇതിൻ്റെ നീളം. ഒരിക്കൽ കയറിയവർക്ക് ഇതത്ര കൗതുകമൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ എൻഡിൽ പോയിട്ട് ആ ഒരു വ്യൂ കാണുക, പടം എടുക്കുക, അതൊക്കെ ആയിരിക്കും ചിലർക്കുള്ള ഹോബി. ബ്രിഡ്ജിൻ്റെ ഒരു
സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഡിജിറ്റൽ സിസ്റ്റം വരുന്നത്. അവിടെ ഗ്ലാസ്സിനൊരു കളർ വ്യത്യാസമൊക്കെ നമുക്ക് കാണാം. അവിടെ ഇത്തിരി ചൂട് കൂടുതലുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കാല് ചൂടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻറ്റും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്കാണ് ബോച്ചയുടെ 1000 ഏക്കർ എന്ന ഒരു ബോർഡ് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഉള്ളിലേക്ക് ആളെ പ്രവേശിക്കുന്നുണ്ട്. ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, എൻട്രി ഫീസൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പോന്ന് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ടെൻ്റൊക്കെ ഉണ്ട്. ടെൻ്റ് ഇപ്പോൾ ഓപ്പണാണ്. ടെൻറ്റിന് ദിവസത്തിന് 2000 രൂപയാണ്. അതുപോലെ ഇതിൽ പിന്നെ ബബിൾ ഹൗസ് പറഞ്ഞിട്ട് ചെറിയ ഹട്ടുകളുണ്ട്. അത് ഓപ്പൺ ആയിട്ടില്ല. ഇതാണ് ബബിൾ ഹൗസ്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ചെന്നാൽ അവർ കാണിച്ചു തരുന്നുണ്ട്.